ഹലോ. അപ്പോൾ ഇന്നൊരു സൺഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ സൺഡേ ഒക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടൊക്കെ എണീറ്റിട്ട് ചിക്കനൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് നമ്മൾ ചിക്കൻ തോരനാക്കാമെന്ന് കരുതി കേട്ടോ. എപ്പോഴും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ഒക്കെ അല്ലേ. അപ്പോൾ ഇത്തവണ ചിക്കൻ തോരനാക്കാമെന്ന് കരുതി. അതിന് വേണ്ടി കുഞ്ഞുള്ളിയും സവോളയും എടുത്തിട്ടുണ്ട്. ഒരു പിടി കുഞ്ഞുള്ളിയോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 4 സവാളയോടെ എടുത്തിട്ടുണ്ട്. ചെറിയ സവാളയാണ്. അതൊക്കെ വഴറ്റിയിട്ട് പിന്നെ അതിലേക്ക് നമ്മുടെ നല്ല എരിവുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുവാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്ക് അടുത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങ് ആയി പോകണ്ട, എങ്കിലും ഇതിൻ്റെയൊക്കെ ഒരു പച്ച ചൊവയും പച്ചമണവും ഒക്കെ മാറുന്ന ആ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ടൈം വരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ കുറച്ച് അധികം വെളിച്ചെണ്ണ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ ചിക്കൻ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ വാങ്ങിച്ച് അങ്ങനെ ഇത് പച്ചയ്ക്ക് കുച്ചായിട്ട് അരിഞ്ഞിട്ട് അങ്ങനെയും വെക്കാം. പക്ഷെ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നോർമലി എല്ലൊക്കെ ഉള്ളൊരു ഇറച്ചിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുക്കറിനകത്ത് വേവിച്ച് ആ ഫ്ലഷും മറ്റേ ചിക്കനും ആ എല്ലും കൂടെ സെപ്പറേറ്റ് ആക്കിയിട്ടാണ് കേട്ടോ എടുത്തത്. അപ്പം അങ്ങനെ ഇടാം. പിന്നെ സാധാരണ എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നല്ല കുഞ്ഞ് പീസാക്കിയിട്ട് ഒരു പച്ചയായിട്ടാണ് കേട്ടോ ഇതിനകത്ത് ഇടുന്നത്. പിന്നെ അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ഇട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. കുഞ്ഞുള്ളിയൊക്കെ ഇട്ടുകൊണ്ടാണ് കേട്ടോ, അസാധ്യ ടേസ്റ്റായിരുന്നു. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ തേങ്ങ ചിരകിയതാണ് കേട്ടോ. ഭയങ്കര സിമ്പിൾ പണിയാണ് കേട്ടോ. ഭയങ്കര സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് ഭയങ്കര ബുദ്ധിമുട്ടി ചെയ്യുകയാണെന്ന് മനസ്സിലൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചെയ്തു വന്നപ്പം ഷടപടേന്ന് റെഡിയായി. പിന്നെ തേങ്ങ എടുത്തിട്ട് അതിനകത്ത് തന്നെ കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി ഇട്ടിട്ട് നല്ല കാശ്മീരി ചില്ലി ഒരു 1.5 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനനുസരിച്ച് അത് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇത് കൈക്ക് നന്നായിട്ട് ഞെരടി എടുക്കുകയാണ് കേട്ടോ. പിന്നെ മറ്റ് ഒരു പരിപാടി ഇല്ല കേട്ടോ, ഇത്രയും ചെയ്താൽ മതി. അപ്പം ചിക്കൻ ഒന്ന് റെഡിയായി വരണം എന്നേ ഉള്ളൂ. പിന്നെ ഇത് നന്നായിട്ട് കൈക്ക് ഞെരടിയിട്ട് എല്ലായിടത്തും ആ ഒരു കളറൊന്ന് സ്പ്രെഡ് ആക്കണം. എന്ന് വെച്ചാൽ നമ്മൾ മിക്സിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ, ഉള്ളി കൈ മാത്രം. അപ്പം അതിലേക്ക് മറ്റൊരു കാര്യങ്ങൾ ഇടുകയും വേണ്ട കേട്ടോ. വേണമെങ്കിൽ ചിക്കൻ മസാല കുറച്ചിടാം. പിന്നെ ഇത് നമ്മൾ ആ വഴറ്റി വെച്ചിരിക്കുന്ന ആ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ സാധാ തോരനില്ലേ, അപ്പോൾ അതേമാതിരി നന്നായിട്ട് വഴറ്റി ഇളക്കി കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് ഞാൻ വെളിയിലെടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് നേരം ഒന്ന് അങ്ങനെ അടച്ച് വെച്ചിട്ട് പിന്നെ അതെടുത്തിട്ട് നന്നായിട്ട് ചിക്കി എടുക്കണം. പിന്നെ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ അങ്ങനെ ഇടണം. കുരുമുളക് ഇച്ചിരി ലേശം കൂട്ടിയിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ തോരനൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ചിക്കൻ തോരൻ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ.